നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അഭിവന്ദ്യ തിരുമനസിനെ സ്വീകരിക്കാം. കാതോലിക്ക ബാബ തിരുമനസിനോടൊപ്പം സ്റ്റേജിൽ ഉപവിഷ്ടരാകേണ്ട ബഹുമാന്യരായിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളും സ്റ്റേജിലേക്ക് കടന്ന് ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാകണമെന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇരിക്കാവുന്നതത്രേ. ഈ ഹോളിന് അകത്തും പുറത്തുമായി കസേരകൾ ഇട്ടിട്ടുണ്ട്. ഹോളിനകത്ത് അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. ഞങ്ങളെ ഒരുപോലെ സ്നേഹിക്കുന്ന ഞങ്ങളെ നല്ല ദൈവമേ, നിന്നിൽ കൂടി നിന്നെ സ്നേഹിക്കുന്ന മക്കളിൽ കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നല്ല സ്നേഹത്തിനും കരുതലുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ ഭാവെ, പ്രത്യേകിച്ച് ഞങ്ങളെ രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയുമൊക്കെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് ശ്രേഷ്ഠമായ നേതൃത്വം നൽകിയതായിട്ടുള്ള ആ കുടുംബത്തെ ഓർക്കുന്നു. ആ കുടുംബത്തിൽ കൂടി, ആ കുടുംബത്തിലെ അംഗങ്ങളിൽ കൂടിയൊക്കെ രാജ്യത്തിനും സമൂഹത്തിനും ലഭിച്ച എല്ലാ നല്ല ശുശ്രൂഷകളും സേവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ഓർമ്മകൾ ഞങ്ങൾ കൈവരുവാനായിട്ട് നിന്റെ മക്കളിൽ കൂടിയൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നു. എല്ലാ നല്ല കരുതലിൻ്റെ സ്നേഹകരത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഭാവേ, ഇന്ന് ഇവിടെ സ്കോളർഷിപ്പ് വിതരണം നടക്കുന്നതായിട്ടുള്ള ഈ ഒരു വേളയിൽ ഇപ്രകാരം ഇതേ ക്രമീകരിക്കുവാനും ഇപ്രകാരം തന്നെ ഗൃഹപാഠാക്കളെ കണ്ടെത്തുവാനും ഈ ഒരു ട്രസ്റ്റിൽ കൂടി അനേകർക്ക് പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കുവാനും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു തിരുനാളമായിട്ട് ഈ ഒരു ട്രസ്റ്റ് നിലകൊള്ളുവാനിടയാകുന്നതോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിലേക്ക് ചുമതല വഹിക്കുന്നതായിട്ട് പ്രിയപ്പെട്ട PJ കുര്യൻ സാറിനെയും അതുപോലെ മറ്റ് സഹപ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ഇന്ന് അനുഗ്രഹമായി ചൊരിയുന്നതായിട്ടുള്ള ഞങ്ങളുടെ ഭാവത്തിലേക്കാണ് സ്തോത്രം. മറ്റ് പ്രിയ മധ്യ വൈദികര്, ദൈവ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ എല്ലാവർക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമായ ഭാവെ, ഈ സ്നേഹത്തിൻ്റെ ഈ കരസ്പർശം ഏറ്റുവാങ്ങുന്ന ഞങ്ങളുടെ ദൈവങ്ങളെയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും പ്രാർത്ഥിക്കുന്നു. അടിയുടെ എല്ലാ അംഗീകരണങ്ങളും കൂടിയും ദൈവമേ നിന്റെ നാമം മഹിമപ്പെടുവാൻ വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ് ആദ്യമോടൊന്ന് നിന്റെ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തണം. എല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ ദേശത്തോടും പ്രിയപ്പെട്ടവരോടും കടന്നു പോകുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വന്നു ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പറും മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് റെജി തോമസിനെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ബഹുമാനായ PJ കുര്യൻ സാറ്, ഇന്ന് ഈ മഹനീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പൗരസ്ത്യ കാതോലിക്കായി മലങ്കര മെത്രാപ്പൊലീത്തയുമായ മൂറന്മാർ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനി, ഇതിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, 2013 രൂപം കൊണ്ട
രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിൽ ഇന്നൊരു സുദിനം വന്നു ചേർന്നിരിക്കുകയാണ്. പ്രസിഡന്റായി ചെയർമാനായി ബഹുമാനായ BJ കുര്യൻ സാറാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 13 വർഷക്കാലം വളരെയേറെ ഭംഗിയായി നടത്തുവാൻ ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ കൈപിടിച്ചുയർത്തുവാൻ ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഇന്നിവിടെ തിരുവല്ല, മല്ലപ്പള്ളി സബ് ജില്ലകളിലെ 104 വിദ്യാർത്ഥിനികൾക്ക് +1 +2 വിദ്യാർത്ഥികൾക്ക് അവർക്ക് സ്കോളർഷിപ്പ് നൽകുകയാണ്. ഈ സംരംഭമാണ് ഈ വർഷം രണ്ടാമത്തെ ഒരു സംരംഭമായിട്ടാണ് ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ 2 ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനം തുടങ്ങുകയുണ്ടായി. ഇന്ന് ഇവിടെ ഈ ഞങ്ങൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ട്രസ്റ്റ് അംഗം ബഹുമാനായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഇവിടെ പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതലായി കടന്നു പോകുന്നില്ല. ഞാനിവിടെ സൂചിപ്പിച്ചു, ഇന്ന് ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു സുദിനമാണ് എന്ന് പറയുവാൻ കാരണം ഇതിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. ട്രസ്റ്റിന്റെ യോഗം കൂടി ഈ വർഷത്തെ സ്കോളർഷിപ്പ് വിതരണവും ഉദ്ഘാടനവും ആര് നടത്തണമെന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഏകസ്വരത്തിൽ പറഞ്ഞ പേരാണ് പരിശുദ്ധ ബാവ തിരുമേനിയുടെ പേര്. പരിശുദ്ധ ബാവ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പാവങ്ങളുമായിട്ടുള്ള ആൾക്കാരെ കൈപിടിച്ചുയർത്തുന്ന നിരവധി പദ്ധതികൾ നടത്തുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. അവരെ കണ്ണനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായിരിക്കുന്ന സമയത്ത് 17 സ്ഥാപനങ്ങളും പദ്ധതികളുമാണ് തിരുമേനി അവിടെ ആരംഭിച്ചത്. പ്ര എന്ന വാക്കിൽ തുടങ്ങുന്ന പ്രത്യാശ, പ്രതീക്ഷ തുടങ്ങി 17 സ്ഥാപനങ്ങൾ. ഇന്ന് ആ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ വളർന്നു പന്തലിച്ച് ആയിരക്കണക്കിന് പേരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളായി വളർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഉച്ചഭക്ഷണ പരിപാടി 1200-200ഓളം ഹോസ്പിറ്റലുകളാണ് ഉച്ചഭക്ഷണ പരിപാടിയുമായി തിരുമേനി പ്രവർത്തനം നടത്തുന്നത്. വളരെ വർഷക്കാലമായി മുടക്കം കൂടാതെ അതിന്റെ പ്രവർത്തനം നടത്തുന്നത്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏറ്റവും അവസാനമായി തിരുമേനി കഴിഞ്ഞ ഞായറാഴ്ച ഒരു സമ്മേളനം കോട്ടയത്ത് നടക്കുകയുണ്ടായി. സഹോദരൻ എന്ന പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ 3ാം വാർഷികം കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് പൗലോസിത്യൻ കാതോലിക്ക ബാവയുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ ബാവ തിരുമേനി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സഹോദരൻ പ്രസ്ഥാനം. 100 കണക്കിന് ആൾക്കാരെയാണ് ഇതുവരെ അതിന് സഹായിക്കാനായിട്ട് സാധിച്ചത്. 17 കോടി രൂപയോളം ഇതുവരെയായി ചെലവഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 110 യുവതികൾക്ക് വിവാഹ സഹായ ധനമായി ഓരോ ലക്ഷം രൂപ വീതം നൽകുവാനായിട്ട് അഭിനന്ദ തിരുമേനിക്ക് സാധിച്ചു. തിരുമേനി ഇന്നലത്തെ പത്രങ്ങളിലൊക്കെ, മനോരമ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത തിരുമേനിയുടെ ഒരു പ്രസംഗമുണ്ട്. അതിന്റെ ഒരു സെന്റൻസ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ചെയ്തു കൊടുക്കുവാൻ ശ്രമിച്ചാൽ സമൂഹത്തിൽ തുല്യത വരും എന്നാണ് തിരുമേനി അവിടെ പ്രസംഗത്തിലെ ഒരു വാക്ക്. അങ്ങനെ സമൂഹത്തിലെ തുല്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തിരുമേനി, പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു തിരുമേനി, ആ ബാബ തിരുമേനിയെ ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ ലഭിച്ചത് വളരെ അനുഗ്രഹകരമാണ്, അഭിമാനകരമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ട്രസ്റ്റിന്റെ യോഗം കൂടിയപ്പോൾ ട്രസ്റ്റിൽ 18 അംഗങ്ങളുണ്ട്, കുര്യൻ സാറിനെ കൂടാതെ. ആ 18 അംഗങ്ങളും ഏകസ്വരത്തിൽ പറഞ്ഞു ബാബ തിരുമേനി തന്നെ ഇതിൽ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന്. അതിൽ ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമുണ്ട്. പക്ഷേ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അതുതന്നെയാണ് അഭിനന്ദ തിരുമേനിയുടെ ദൗത്യത്തിന്റെ വലിപ്പം എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും തിരുമേനിയുടെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ക്രിസ്തീയ സമുദായങ്ങളുടെ ഇടയിൽ, കേരള സമൂഹത്തിനിടയിൽ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ ചർച്ചയായിരിക്കുകയാണ്. ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുവാൻ തിരുമേനി കഴിയുന്നു. ആ തിരുമേനി ഇന്നിവിടെ ഉദ്ഘാടനത്തിനായി ഇവിടേക്ക് കടന്നു വരുമ്പോൾ തിരുമേനിയെ ട്രസ്റ്റിന് വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ട്രസ്റ്റിന്റെ അധ്യക്ഷൻ ബഹുമാനായ BJ കുര്യൻ സാറാണ്. ഞാൻ BJ കുര്യൻ സാറിനെ കുറിച്ച് ഇവിടെ പറയുന്നത് വരുന്നു. എന്നാൽ BJ കുര്യൻ സാറിനെ സംബന്ധിച്ചിടത്തോളം 1980-ൽ MP ആയ കാലം മുതൽ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ ഇടപെടുകയും ആരെങ്കിലും സഹായത്തിന് വീട്ടിൽ ചെന്നാൽ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഇന്നത്തെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും അവരവരുടെ
വീടുകളിലേക്ക് ആൾക്കാരെ എത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓഫീസുകളിലാണ് ആൾക്കാരെ കാണുന്നത്. ഒരു MP എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ, രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട് ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ്. ആര് കടന്നു ചെന്നാലും അവരെ സ്വീകരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു. MP എന്നുള്ള നിലയിൽ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആ സഹായങ്ങൾ പോരാ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് 2013 സാറ് നേതൃത്വം കൊടുത്ത് ഇതുപോലെയുള്ള ഒരു ട്രസ്റ്റ് ആരംഭിച്ചത്. ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ്. ഞങ്ങൾ അംഗങ്ങളൊക്കെ അതിനകത്ത് സത്യത്തിൽ വെറുതെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സാറാണ് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. അങ്ങനെ കരുണയോടുകൂടി പ്രവർത്തിക്കുന്ന സാറ് ഈ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഫാദർ സിജോ പന്തപ്പള്ളി അച്ഛൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്ന ഒരു മെഡിക്കൽ കോളേജായിട്ട് അതിനെ മാറ്റുവാൻ അച്ഛന് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരിക്കലും ഈ ട്രസ്റ്റിന് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങളിലും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിയിരുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാബായി എത്തുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത്, പിന്തുണയും നൽകിയത് ബിജുമ്മനാണ്. അഡ്വക്കേറ്റ് ബിജുമ്മനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുൻ മഹാത്മാഗാന്ധി സിൻഡിക്കേറ്റ് അംഗവുമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാബ തിരുമേനി, ബഹുമാനപ്പെട്ട MLA അസംബ്ലി ആയതുകൊണ്ട് എന്നാലും എത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA എത്തി. അതുപോലെ അക്കിരവൻ കാളിദാസ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട AP തിടുക്കമുള്ളതുകൊണ്ട് മറ്റൊരു പരിപാടിക്ക് പോകേണ്ടതുകൊണ്ടാണ് പോയത്. ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളി തിരുവല്ല അതിരൂപതയുടെ മുഖ്യ വികാരിയാണ്. ഫാദർ സിജോ പന്തപ്പള്ളി ബിലീവേഴ്സ് വിദ്യാഭ്യാസത്തിൻ്റെ വക്താവും ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ കോളേജ് ഡയറക്ടർ. അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മലങ്കര ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ്റെ സെക്രട്ടറി. പ്രൊഫസർ സതീഷ് പുത്തൂറിൽ നമ്മുടെ ട്രസ്റ്റ് അംഗവും DC പ്രസിഡന്റും. ശ്രീമതി അനു ജോർജ് മുനിസിപ്പൽ കോർപ്പറേഷൻ. ശ്രീ അശോക് കുമാർ VK ഹയർ സെക്രട്ടറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ. ശ്രീ മുഹമ്മദ് ബിൻ സലീം നമ്മുടെ ട്രസ്റ്റ് അംഗം. ശ്രീ മാത്യു ചാലക്കുടി വാർഡ് കൗൺസിലർ. അഡ്വക്കേറ്റ് രജി തോമസ് സ്വാഗതം പറഞ്ഞ ട്രസ്റ്റ് അംഗം. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പദ്ധതി വിശദീകരിച്ച ട്രസ്റ്റ് അംഗം. ശ്രീ കുര്യൻ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി. മറ്റു വന്യരായ വൈദികരെ, ട്രസ്റ്റിലെ അംഗങ്ങളെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും വന്നു. രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഒരു മുഖ്യമായിട്ടുള്ള ഒന്നാണ് സ്കോളർഷിപ്പ് വിതരണം. എല്ലാ വർഷവും അത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പത്തനംതിട്ടയിലാണ് ചെയ്തത്. സ്കോളർഷിപ്പ് വിതരണം കൂടാതെ തന്നെ ഇവിടെ അഡ്വക്കേറ്റ് വർഗീസ് സ്വാമൻ പറഞ്ഞ പോലെ ഫ്രീ ഡയാലിസിസ് അതിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനമാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് ഡയാലിസിസ് മെഷീൻ പുഷ്പഗിരി ആശുപത്രിയിലും 2 മല്ലപ്പള്ളി ആശുപത്രിയിലും 2 കുമ്പനാട് ആശുപത്രിയിലും അങ്ങനെ 6 ഡയാലിസിസ് മെഷീൻ വെച്ചിട്ടുണ്ട്. പുതുതായി 2 റാന്നിയിൽ നമ്മൾ വയ്ക്കുവാൻ ആലോചിക്കുകയാണ്. അത് ഫ്രീ ഡയാലിസിസ് സ്കീമാണ്. അതുപോലെ തന്നെ രോഗികൾക്ക് സഹായം നമ്മൾ ചെയ്യുന്നുണ്ട്. രോഗികൾക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്ക്, ഹൃദ്രോഗികൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് അത്യാവശ്യ കാര്യങ്ങളിൽ വിവാഹങ്ങൾ, പാവപ്പെട്ടവരുടെ വിവാഹങ്ങൾക്ക് സഹായം ചെയ്യുന്നു. ഭവന നിർമ്മാണത്തിൽ വീട് നവീകരിക്കുന്നതിന് ഞങ്ങൾ സഹായിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഇതിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ പറഞ്ഞ പോലെ 2013 ഇത് സ്ഥാപിച്ചത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദാനം ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാകുക, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. സാമൂഹ്യ ഉത്തരവാദിത്വം സഭകൾക്കുണ്ട്, സഭകൾക്ക് മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, വ്യക്തികൾക്കുമുണ്ട്. വ്യക്തികൾക്കും സമൂഹത്തിൽ അവർക്ക് ചുറ്റുമുള്ളവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു നിറവേറ്റൽ മാത്രമാണ്, അല്ലാതെ ഒരു സഹായം ചെയ്യലോ ഒരു ജീവകാര്യം അങ്ങനെ ഇതിനെ കാണുന്നു. മറിച്ച് we are sharing the difficulties of our brothers and sisters. That is our responsibility, നമ്മുടെ ഉത്തരവാദിത്വം. ആ ഒരു കാഴ്ചപ്പാടോടാണ് രാജീവ് ഗാന്ധി ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും കുറേ ജീവകാരുടെ സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത്. ആർക്കും സഹായം വേണ്ട, എല്ലാവരും നമ്മളെപ്പോലുള്ള നമ്മൾക്ക് തുല്യരായ പൗരന്മാരാണ്. ജനങ്ങൾ മനുഷ്യരെല്ലാം തുല്യരാണ്, നിയമത്തിന് മുമ്പിലും ദൈവത്തിന് മുമ്പിലും. പക്ഷെ നമ്മളാണ് എല്ലാവരെയും കുറേ പേരെ ചെറുതാക്കി, കുറേ പേരെ മോശമാണ്. ആരെയും ചെറുതായിട്ടോ പാവപ്പെട്ടവരെ കാണുകയല്ല, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളായി കണ്ടിട്ട് ആ സഹോദരങ്ങളുടെ വേദനയിൽ ഷെയർ ചെയ്യുക, പങ്കാളിയാകുക. അതാണ് ഈ ചാരിറ്റി ട്രസ്റ്റിൻ്റെ പർപ്പസ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പരിശുദ്ധ ബാബാതിരുമേനിയെ വിളിക്കാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം തോമസ് പറയും. എന്നാൽ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്, ഒരു പ്രധാന കാര്യമുണ്ട്. പരിശുദ്ധ ബാബാതിരുമേനി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനാണ്. ഞാൻ പറഞ്ഞത് മലങ്കര പത്രാപോലത്തിലാണ്. പക്ഷേ വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ നിരവധി പരിപാടികൾ ചെയ്യുകയും സഭയെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്നതാണ്. ആ കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് തന്നെ എനിക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ബാബാതിരുമേനിയുടെ പേര് ഇത് ഉദ്ഘാടനം ചെയ്ത ഈ ട്രസ്റ്റിൻ്റെ ഈ വിതരണത്തിൻ്റെ ഉദ്ഘാടനം മാത്രം. ബാബാതിരുമേനി ഒരു കുട്ടിയുടെ സഹായം, അതായത് 104 കുട്ടികൾക്ക് 4000 രൂപ വീതമാണ് നമ്മൾ ഇന്നിവിടെ കൊടുക്കുന്നത്. ഒരു കുട്ടിയുടെ സഹായം ബാബാതിരുമേനി കുട്ടിയുടെ പേരൻസ് കൊടുക്കും, അതവരുടെ കയ്യിൽ കൊടുക്കും. ബാക്കി കുട്ടികൾക്ക് എല്ലാവർക്കും അവർക്ക് കൗണ്ടറിൽ വെച്ച് എല്ലാവർക്കും ഇത് തന്നെ 104,000 രൂപയുടെ ചെക്ക് റെഡിയായിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കും. ആ ചെക്ക് ഇപ്പോൾ ഇന്നല്ല നാളെ തന്നെ നിങ്ങൾ ബാങ്കിൽ കൊടുത്താൽ നാളെ തന്നെ അത് കാശായി കിട്ടും. വെറും ചെക്കല്ല, കാശുള്ള ചെക്കാണ്. അപ്പം ഈ പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നതിൻ്റെ ഇവിടെ പറഞ്ഞ പോലെ ഇതൊന്നും ട്രസ്റ്റ് അംഗങ്ങളാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്നെടുക്കുന്ന കാശല്ല. ഞാൻ ട്രസ്റ്റ് ചെയർമാനാണ്, ഇതിൻ്റെ അംഗങ്ങളാണ്. സതീഷ് കൊച്ചുപറമ്പ് അവിടെ ഇരിക്കുന്ന അദ്ദേഹം ഒരു ട്രസ്റ്റിൻ്റെ അംഗമാണ്. സലീം, നമ്മുടെ സലീം എൻ്റെ സുഹൃത്തുക്കളുടെ അംഗമാണ്. അഡ്വക്കേറ്റ് ജയവർമ്മ താഴെപ്പെട്ട ഇതിൻ്റെ അംഗമാണ്. അപ്പോൾ അങ്ങനെ ട്രസ്റ്റിൻ്റെ അംഗങ്ങളല്ല, ഞങ്ങൾ സന്മനസ്സുകാരോട് വാങ്ങുന്നതാണ്. പക്ഷേ ഒരു പൈസ ഒരു രൂപയായി വാങ്ങത്തില്ല, ചെക്കായി മാത്രം വാങ്ങും. അവയ്ക്കെല്ലാം റെസീറ്റ് അപ്പോൾ തന്നെ ഞങ്ങൾ റെസീറ്റ് കൊടുക്കും. എന്ന് മാത്രമല്ല എല്ലാ വർഷവും ഇത് ഓഡിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഈ ട്രസ്റ്റ് ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ ഉണ്ട്, IT എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംഭാവന തരുന്നവർക്ക് ആ എമൗണ്ടിൻ്റെ ടാക്സ് എക്സംഷൻ സർക്കാർ അനുവദിക്കും. 2 CSR ഫണ്ടിൻ്റെ നമ്പറുമുണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാർ CSRൽ നിന്ന് പണം ഞങ്ങൾക്ക് തരുവാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ CSR ഫണ്ടിൽ നിന്നും ചില കമ്പനികളൊക്കെ ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടുവന്ന്. അല്ലാതെ ഇവിടെ പറഞ്ഞ BJPയോ ഞങ്ങളുടെ ആരുടെയും കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ട്രസ്റ്റ് തുടങ്ങിയപ്പോൾ ചെറിയ തുടക്കമായിരുന്നു. പക്ഷേ ഓരോ വർഷവും അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. നാട്ടുകാരുടെ എല്ലാം പിന്തുണ ഇതിനുണ്ട്. ഇന്നിവിടെ പങ്കെടുക്കുന്ന വന്ന എല്ലാ 104 കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്നതാണ്. ആ കുട്ടികൾ ഇതൊരു സഹായമായി കരുതണ്ട, ഇത് നിങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ പങ്കാളികളാകുന്നു എന്ന് കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അഭിമന്യ
പരിശുദ്ധ ബാബാ തിരുമേനി എത്രയോ ബിസിയായ ആളാണ്, എനിക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങളുള്ള വളരെ ബിസിയായ തിരുമേനി ഈ ക്ഷണം സ്വീകരിച്ചതിൽ ഞങ്ങൾ എല്ലാവരും അങ്ങേയറ്റം നന്ദിയുള്ളവരാണ്. ഒരിക്കലും മറക്കാത്തുണ്ട്. തിരുമേനി സമയമെടുത്ത് ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ ഈ ട്രസ്റ്റിൻ്റെ ഒന്നാമത്തെ ഒരാൾക്ക് ഈ വിതരണം ചെയ്യുകയും ചെയ്തത് വലിയ അനുഗ്രഹമായി ഞങ്ങളിത് കാണുന്നു. ഞങ്ങളുടെ ഇനിയുള്ള പ്രവർത്തനത്തിന് തിരുമേനിയുടെ സാന്നിധ്യം വലിയ പ്രചോദനമാണ്, അനുഗ്രഹമാണ് എന്ന് അറിയിച്ചുകൊണ്ട് തിരുമേനിയോട് അങ്ങേയറ്റം ആത്മാർത്ഥമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. നമസ്കാരം. പാദത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. പരിശുദ്ധ ബസോലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് മഹനീയമായും ധന്യവുമായിട്ടുള്ള ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സമാധാനത്തിനായി നീതിയിൽ അധിഷ്ഠിതമായ വിട്ടുവീഴ്ചകൾക്ക് മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ തയ്യാറാണ് എന്ന് സധൈര്യം പ്രസ്താവിച്ച മലങ്കര മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് പൗരസ്ത്യ കത്തോലിക്ക ബാവ കൂടിയായിരിക്കുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ പരമാധ്യക്ഷൻ കൂടിയായ 22ാമത് മലങ്കര മാർത്തോമാ ഓർത്തഡോക്സ് മെത്രാപ്പോലീത്ത തിരുമേനി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കാത്തോലിക്ക ബാവ തിരുമനസിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഭക്തി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ പ്രൊഫസർ വിജയ് കുര്യൻ, ഈ സമ്മേളനത്തിൽ ആദരണമായ വിജി തോമസ്, പദ്ധതിയുടെ വിശദീകരണ വർഗീസ് മാമൻ, സമ്മേളനത്തിൽ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട വൈദ്യ മാമനച്ചൻ, സന്നിഹിതരായിരിക്കുന്ന മറ്റുള്ള വൈദിക ശ്രേഷ്ഠന്, സാമൂഹിക രാഷ്ട്രീയ മത നേതാക്കളെ, സഹോദരി വളരെയധികം സന്തോഷമുണ്ടായിരുന്ന ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളായി രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് വിവിധങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ രാജ്യസഭാധ്യക്ഷൻ എന്നുള്ള നിലയിൽ എംപിയായിട്ട്, അതുപോലെ പല നിലകളിലും സംഘടനാ പ്രവർത്തനങ്ങൾ ഉന്നതമായ സ്ഥാനം വഹിച്ച ആൾ, സാധാരണ അവരുടെ സേവനകാലം കഴിയുമ്പോൾ ഡൽഹിയിലൂടെ എന്തെങ്കിലും ഒരു നല്ല മന്ദിരത്തിൽ സുഖമായി ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബഹുമാനപ്പെട്ട വിജയ് കുര്യൻ സാറ് അത് ഉപേക്ഷിച്ച് ഈ നാട്ടിലേക്ക് വന്ന സ്വന്തം ജനങ്ങളോടൊപ്പം അവരുടെ സങ്കടങ്ങൾ പങ്കിട്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ സഹായവസ്തുവുമായി പ്രവർത്തിക്കുവാൻ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അദ്ദേഹത്തെ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് അനുമോദിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുവാൻ എനിക്കറിയാവുന്നിടത്തോളം ഒത്തിരി രാഷ്ട്രീയക്കാരുണ്ട് എന്ന് തോന്നുന്നില്ല. പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ടെങ്കിലും ഇതുപോലെ മാതൃകാപരമായിരിക്കുന്ന
ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുകയും അത് കഴിഞ്ഞ 12 വർഷങ്ങളായി എല്ലാ വർഷവും അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുകയും അവർക്ക് സംഭരിക്കുന്നതായ സർവ്വം വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പദ്ധതി നിശ്ചയമായിട്ടും വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് 1949 നവംബർ 26 പാസ്സാക്കിയ ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. യഥാർത്ഥത്തിൽ ആ ഭരണഘടനയുടെ ക്രോഡീകരണം ചെയ്ത ആളുകൾ ഇന്ത്യയെ മുഴുവനും ഒരു വലിയ ആത്മീയ കേന്ദ്രമായി മാറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാളിറ്റി എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്നത് യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ വിൽ ബി അച്ചീവ്ഡ് ബൈ ദ ഫ്രട്ടേണിറ്റി എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ ഏകതയും സമഗ്രതയും ഉണ്ടാകുന്നത് എന്ന് വീക്ഷിക്കുന്ന ഒരു ആമുഖമാണ്, പ്രിയാമ്പിളാണ് അവിടെ കാണുന്നത്. എത്രയോ മഹത്തരമായിരിക്കുന്ന ഒരു വീക്ഷണമാണ്. നാലാമത് പറഞ്ഞ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതിനകത്ത് ജസ്റ്റിസ്, ഈക്വാളിറ്റി ആൻഡ് ലിബർട്ടി എല്ലാം ഉൾപ്പെടുന്നുണ്ട്. സാഹോദര്യത്തിൻ്റെ വീക്ഷണം ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആ ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായി പിന്തുടരാനുള്ളതായ ഒരു ആഹ്വാനമാണ് സാഹോദര്യത്വം എന്ന് പറയുന്നത്. അതെന്തുമാത്രം നമുക്ക് ഇന്ത്യയിൽ സാധ്യതപ്രായമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാത്തവരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോവിഡ് വന്നപ്പോൾ അവരെല്ലാവരെയും ഒരുപോലെ ആക്കിയായിരുന്നു. പക്ഷേ കോവിഡ് കഴിഞ്ഞതോടുകൂടി വീണ്ടും തിരിച്ച് അവരുടെ മാളങ്ങളിലേക്ക് പോവുകയാണ്. സമ്പന്നൻ സമ്പന്നനായിട്ടും ദരിദ്രൻ ദരിദ്രനായിട്ടും വീണ്ടും ആയിത്തീരുന്നു എന്നുള്ളതാണ് വ്യത്യാസമുള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആത്മീയതയുടെ ഏറ്റവും വലിയ മുഖമുദ്രയായിരിക്കുന്ന സാഹോദര്യത്വം, അതേത് മതത്തിലായിരുന്നാലും ഏത് സംഘടനകളിലായിരുന്നാലും സാഹോദര്യത്വമെന്ന് പറയുന്നതാണ് ആത്മീയത. ആ ആത്മീയവും അതിൻ്റേതായ ആരാധന പ്രവർത്തന മേഖലകൾ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിലും ആത്യന്തികമായി എത്തുന്നത് നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ആ ഒരു വലിയ ആത്മീയതയിലാണ് നമ്മൾ വരുന്നത്. ഈ ആത്മീയത നിറവേറ്റുവാനായിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, മതവിശ്വാസികളെല്ലാം വിശ്വസിക്കുന്നത് ദൈവം ഒരുവനാണെന്നുള്ളതാണ്. ഒരു ദൈവമാണ് നമ്മെ എല്ലാം സൃഷ്ടിച്ചതെന്ന് നമുക്കെല്ലാവർക്കും വീക്ഷണമാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ പരസ്പരം സഹോദരങ്ങളാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എൻ്റെ സഹോദരൻ വേദനിക്കുന്നതായ സമയത്ത് എൻ്റെ സന്തോഷത്തിന് അർത്ഥമില്ല. എൻ്റെ സഹോദരൻ ഇല്ലായ്മയിലിരിക്കുമ്പോൾ എൻ്റെ ഉണ്മയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുള്ളപ്പോൾ എൻ്റെ സഹോദരൻ പണമില്ലാതെ രോഗം പിടിച്ച് മരിക്കുമ്പോൾ ആവശ്യത്തിന് ചികിത്സ കിട്ടാനിടയാകാതെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. എൻ്റെ സഹോദരൻ കീറിപ്പറിഞ്ഞ ടാർപോളിൻ്റെ കീഴെ വെള്ളമൊലിക്കുന്ന വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ 4 നില കെട്ടിടത്തിലോ അല്ലെങ്കിൽ സുഖമായി ജീവിക്കുകയോ ചെയ്യുമ്പോൾ ലജ്ജിക്കാത്തത് എന്താണെന്ന് ഇതുവരെയും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു വീക്ഷണം നമുക്കുണ്ടാകണം. എൻ്റെ സഹോദരൻ എവിടെയെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്വമാണ്. ബഹുമാനപ്പെട്ട വിജയ കുര്യൻ സാർ ഇവിടെ പറഞ്ഞു, ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഞങ്ങൾ നിർവഹിക്കുക.
അതെ, അത് ഉത്തരവാദിത്വമാണ്, ഔദാര്യമല്ല. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിനർത്ഥമില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊടുത്ത് നിങ്ങൾ അധ്വാനിക്കുന്ന പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരിക്കലും നമ്മുടെ പൈസ ബാങ്കിലിടുകയും മറ്റുള്ളവരാരെങ്കിലും തരുന്നത് കൊടുക്കുകയും ചെയ്യുന്നെങ്കിൽ ഇവിടെ സേവനമൊന്നും ചെയ്യുന്നില്ല, ഇവിടെ യാതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കുന്നെങ്കിൽ മാത്രമേ ഇത് പ്രയോജനകരമാകുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം അങ്ങനെ ചെയ്യുന്നവരാണ് ഞാൻ എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്ക് നല്ല ബുദ്ധമായ ബോധ്യമുണ്ട്, എൻ്റെ കയ്യിൽ വരുന്നത് ഏതും മറ്റുള്ളവൻ്റേതാണെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് ആര് പ്രയാസപ്പെട്ടാലും അവർക്ക് എൻ്റെ കയ്യിൽ നിന്നുള്ളത് എവിടെയുണ്ടോ അത് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഒരുപക്ഷെങ്കിൽ ഭംഗീന്ദ്രയാണ് പറഞ്ഞതായിരിക്കാം. എന്നാൽ ഞാൻ പറയുന്നത് സാറിനെയോ ഈ ട്രസ്റ്റിനെയോ അല്ല, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണ് പറയുന്നത്. നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് വേണം കൊടുക്കാൻ. നമ്മൾ അധ്വാനിക്കുന്ന വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുന്നതായ പണത്തിൽ നിന്നാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് പങ്കുവെക്കേണ്ടത്. അവിടെയാണ് ദൈവസ്നേഹം ഉണ്ടാവുന്നത്. ആ ദൈവസ്നേഹത്തിലാണ് നമ്മുടെ ഏകത കാണിക്കുന്നതും സമഗ്രമായിരിക്കുന്ന ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് യൂണിറ്റിയിലും സമഗ്രതയിലും അടിസ്ഥാനമാണെന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ആ ഫ്രട്ടേണിറ്റിക്ക് ഒരർത്ഥമുണ്ടാകുന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവന് സൗജന്യമായി പങ്കുവെക്കുന്നതായ സമയത്ത്. അങ്ങനെയുള്ള ഒരു ഗ്ലോബൽ ബ്രദർഹുഡിലേക്ക് നമുക്ക് കടക്കാം. സ്നേഹം എന്നുള്ളതാണ് ഒരു മതം എന്നുള്ളത് പണ്ട് കവികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിന് മുഴുവനും ആകെയുള്ള ഒരു മതമെന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിലെത്തുവാൻ കഴിയുന്നതാണ് മതം. അത് രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും മറ്റ് സാമുദായിക സംഘടനകൾ ഏത് മതമായിരുന്നാലും അതിന് ആത്യന്തികമായി എത്താനുള്ളത് സാഹോദര്യത്തിലാണ്. അവിടെയാണ് ഏത് മതവും അതിൻ്റെ ആത്മീയത കണ്ടുപിടിക്കുന്നത്. ആ ആത്മീയതയിലാണ് അത് വളരേണ്ടിയിരിക്കുന്നത്. ആ ആത്മീയതയിലാണ് ലോകത്തെ കെട്ടിപ്പടുക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടതും യാത്ര ചെയ്യേണ്ടതുമെന്ന് നാം ഓരോരുത്തരും ഓർക്കും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നത് നമുക്ക് വേണ്ടിയല്ല. ആരൊക്കെ ഈ ലോകത്തിൽ നമ്മേക്കാൾ പ്രയാസം അനുഭവിക്കുന്നോ അവർക്ക് വേണ്ടി കൂടി ഉള്ളതായിരിക്കുന്ന വസ്തുവാണ് അല്ലെങ്കിൽ പണമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെൻറ്റ് ബേസിൽ പറയുന്നത്, നീ ഇടുന്നതായ വസ്ത്രം, നിനക്ക് ആവശ്യമില്ലാത്ത വസ്ത്രം നിൻ്റെ വിഭാഗത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ആരോടെയോ വസ്ത്രം മോഷ്ടിച്ചതാണെന്നാണ് അതിൻ്റെ അർത്ഥം. നിൻ്റെ പണം ആരെങ്കിലും മിച്ചമായിട്ട് നിൻ്റെ വീട്ടിൽ എത്രയും ഭക്ഷണമുണ്ടോ അതാരോ അവകാശപ്പെട്ടവരുടെ ഭക്ഷണമാണ്, അത് നീ മോഷ്ടിച്ചെടുത്താണ് കവർച്ച ചെയ്താണ്, അത് അവർക്ക് കൊടുക്കണം എന്ന പിതാക്കന്മാർ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നത് എല്ലാ മതങ്ങളിലും ഉള്ളതായിരിക്കുന്ന കാര്യമാണ്, എല്ലാ മതങ്ങളിലും ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്നത് സാഹോദര്യം എന്ന് പറയുന്നത് ഒരു ജന്മ അവകാശമാണ്, ജന്മ വ്യവസ്ഥയാണ്, ജന്മ നിയമമാണ്. ആ ജന്മ നിയമം പാലിക്കാൻ നമ്മളെല്ലാവരും ഔദാര്യത്തിലല്ല ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണം. അത് നിർവഹിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട കുര്യൻ സാറിവിടെ പറയുകയുണ്ടായി. വളരെയധികം സന്തോഷമുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ അഭിവൃദ്ധി ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആ സമർപ്പണത്തിൽ കൂടിയാണ്. ആ സമർപ്പണം നിങ്ങൾ കൂടുതലായി നടത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് നിശ്ചയമായിട്ടും വളരെ കൂടുതലായിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇന്ന് 40% അധികം ആളുകൾ ഇന്ത്യയിൽ BPL-കാരാണെന്നുള്ളത് നമ്മൾ മറന്നുപോയത്. നമുക്ക് ലോകത്തിൻ്റെ നെറുകയിൽ കോടീശ്വരന്മാരുടെ സംഖ്യയിൽ അല്ലെങ്കിൽ ഗണത്തിൽ പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലജ്ജയായിട്ട് മാത്രമേ കണക്കാക്കുള്ളൂ. ഞാനതിനെ ഒരിക്കലും എനിക്കൊരു അഭിമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നേരെ മറിച്ച് അതൊരു ലജ്ജയായിട്ടാണ് ഞാൻ തോന്നുന്നത്. കാരണം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നതായ സമയത്ത് നമ്മുടെ ആളുകൾ സ്വിസ് ബാങ്കിലേക്ക് നിക്ഷേപങ്ങൾ കൊടുക്കുന്നവരാണ്, കൊടുത്തിട്ടുള്ളവരാണ്, ഇപ്പോഴും കൊടുക്കുന്നവരാണെന്ന് പറയുന്നത് ലജ്ജയോടെ ലോകത്തിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ തലകുനിക്കേണ്ടതായ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോയത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ആഗോള സഹോദര്യത്തിൻ്റെ മതമുണ്ടാകും.
ആഗോള സാഹചര്യത്തിൻ്റെ ഒരു മതം രൂപപ്പെടുന്നത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ലോകത്തിന് നന്മയുണ്ടാവൂ. ഒരു ദൈവത്തിൻ്റെ മക്കളായിരിക്കും നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉള്ളതായ ട്രസ്റ്റുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും വീക്ഷണം ഉണ്ടാവുകയും ആ തരത്തിൽ പ്രവർത്തിക്കുവാനുള്ളതായ ശ്രമമുണ്ടാവുകയും ചെയ്യുമ്പോൾ ലോകം ഒന്നാകും. സാഹോദര്യത്തിൽ നമ്മൾ ഒന്നാകും. സഹോദരങ്ങളായിട്ട് നമുക്ക് ജീവിക്കാൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതോടെ തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടായിരിക്കും. പരോപകാരം അവനവനിൽ നിന്ന് ആരംഭിച്ച് മറ്റുള്ളവരിലേക്ക് പ്രചരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തൻ്റെ ശക്തമായിട്ടുള്ള വാക്കുകളിലൂടെ പ്രബോധനത്തിലൂടെ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിച്ചു. രാജീവ് ഗാന്ധി മുൻപിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ക്രമീകരിച്ചിട്ടുള്ള ഈ സ്കോളർഷിപ്പ് വിതരണത്തിന് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് തൻ്റെ പ്രഭാഷണത്തിലൂടെ ഔപചാരികമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മത്തിൽ കർമ്മം പൂർത്തീകരിക്കേണ്ടതിനായിട്ട് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സിനോടൊപ്പം വേദിയിലെ എല്ലാ വിശിഷ്ട അതിഥികളും ചേരണമെന്ന് വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രവൃത്തി ചെയ്യുന്നവര് അവരും ഇതിനകത്ത് പങ്കാളികളാണ് എന്ന് പറഞ്ഞു. ഞാനെന്നാൽ ഇത്രയും വലിയ തുക ഞങ്ങൾ ചെലവാക്കുമ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളെല്ലാവരും ട്രസ്റ്റിലെ എല്ലാവരും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് മറീസ് മാമൻ കഴിഞ്ഞ വർഷം 1 ലക്ഷം രൂപയാണ് ട്രസ്റ്റിലെ വരുമാനത് എക്സാമ്പിൾ എന്ന് പറയുകയാണ്. 25,000 രൂപ വീതം മുടക്കാത്ത ഒരു അക്കൗണ്ടില്ല. ഓരോ വർഷവും എല്ലാവരും അവരുടേതായ ഡൊണേഷൻ തിരുത്തുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതിനാൽ ഈ വലിയ പ്രവർത്തനത്തെ തികയത്തില്ല. അത് തിരുത്തിയതേ ഉള്ളൂ. തിരുമേനി തന്ന അഡ്വൈസ് പറഞ്ഞ അഡ്വൈസ് ഞങ്ങളെല്ലാവരും കുറെ കൂടെ കാര്യമായി സ്വീകരിക്കും. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സിന്റെ രാജീവ് ഗാന്ധി ഗ്ലോബൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉപഹാരം 6 മുള കണ്ണാടി ഇപ്പോൾ ബഹുമാനപ്പെട്ട സാധിക്കും.